ഒന്നും കൊള്ളാത്തവനായിട്ടോ 2 അടി കൊടുക്കേണ്ടവനായിട്ടോ ഒക്കെ ആയിട്ട് തള്ളിക്കളഞ്ഞു. നമ്മൾ ഒഴിവാക്കും. കാരണം നമുക്ക് മാറി തലയിൽ പറഞ്ഞാലും ചുമക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ ഒഴിവാക്കി മടിയായി. ഒന്നിനുള്ള വഷളൻ, ശ്രദ്ധയില്ലാത്തവർ, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. അല്ലെ അവൾ, ഞാൻ ഒരു ലേഖനം മാത്രം പറയുന്നില്ല, ശ്രദ്ധയില്ലാത്തവർ ഇങ്ങനെ പറഞ്ഞ് ഇവരെ നമ്മുടെ ഭാരം കുറയ്ക്കാനായി തള്ളിക്കളഞ്ഞു. അപ്പോഴും ഇവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മനോവ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ കാറുണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ കൈ പിടിച്ച് തൂക്കി ഇങ്ങനെ റോട്ടിലേക്ക് പോയപ്പോൾ പോയ സാധനം എന്താ രസം, നല്ല രസം, പച്ച നിറം. അതിൻ്റെ അടിയിൽ എന്തോ തിരിയുണ്ടായിരുന്നു. എങ്ങനെയാണ് തിരിഞ്ഞത്? ഇതുപോലെ തിരിയണില്ല. അപ്പൊ ഇത് തിരിയാനായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊന്നും മനസ്സിലാക്കും. ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അവനെ ഇങ്ങനെയുള്ള പഠിക്കുന്നത് പഠിക്കണം. ഒരിക്കലും നടക്കാത്ത നമുക്ക് ഒരുപാട് ചിത്രങ്ങളുണ്ട്. ക്ലാസ്സിൽ വരണം, ടീച്ചേഴ്സൊക്കെ റിസർച്ച് ചെയ്യണം, പറ്റിയൊക്കെ കയ്യിൽ ഫോട്ടോയുടെ പിടിക്കണം. ഇങ്ങനെയുള്ള ചടങ്ങുകളിലൂടെ ക്ലാസ്സിൽ പറയേണ്ടാത്ത വാക്കുകൾ, കാണിക്കേണ്ടാത്ത ചില ആക്ഷൻസ് ഉണ്ട്. ഇതൊന്നും കാണിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ചിട്ടവട്ടങ്ങൾ മോശമാണ്. പക്ഷെ അത് അതിൻ്റെ സ്ഥാനത്താണ്. ഒരു LK കുട്ടിയെ പഠിപ്പിക്കാൻ നല്ല ചിട്ടവട്ടം കിട്ടി. നിങ്ങൾ വടി കാണിച്ചു, പേടിപ്പിച്ചു, ക്യാൻഡി കൊടുത്തു, സുഖിപ്പിച്ചു, രണ്ടും എല്ലായിട്ടും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ ഈ ഒരു ടീച്ചർ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും പോയിന്റ്സാണ് നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നോ യുവർ സ്റ്റുഡൻസ് ഓഫ് കോഴ്സ്, അത് കഴിഞ്ഞു. 2, സാധാരണ ക്ലാസിക്കലായിട്ട് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യും. ഒന്ന്, മെമ്മറി ഡെവലപ്മെൻറ്റ്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം. 2, അല്ലെങ്കിൽ അതിന് മുന്നേ അറ്റൻഷൻ ഡെവലപ്മെൻറ്റ്. അറ്റൻഷൻ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ മൈക്ക് വേണമെന്നില്ലല്ലേ? ഞാൻ പറയുന്ന അവിടെ കേൾക്കുന്നുണ്ടോ? മൈക്കില്ലാത്ത കേൾക്കുമല്ലോ. മൈക്ക് കൂടെ വെച്ചാൽ അറ്റൻഷൻ ഡെവലപ്മെൻറ്റ്. പിന്നെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അത് ഒന്ന്, ഒരു മനുഷ്യനെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ, ബുദ്ധി ഉണ്ടാവണമെങ്കിൽ അവന് നല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റി, കണക്ക് കൂട്ടാൻ അറിയും. വൈകുന്നേരം ഞാൻ 6 മണിക്കൂർ പണിയെടുത്തു. 1 മണിക്കൂറിന് 80 രൂപ വീതം, 6, 8, 48, അതായത് 480 രൂപ എനിക്ക് കിട്ടിയിരിക്കണം. മിനിമം അറിയാത്തവരെങ്കിൽ വിളിക്കാനായിട്ട് അതിനാൽ ടീച്ചറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആരാണെങ്കിലും ഡോക്ടറാണെങ്കിലും നല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ് നമുക്ക് ഉണ്ടാക്കിയത്. മാത്തമാറ്റിക്കൽ എബിലിറ്റി നമുക്ക് ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ വരാണ്. പക്ഷെ അതല്ല. എവിടെയാണ് മെഷീൻ ആഡ് ചെയ്യേണ്ടത്? ഹ്യൂമൻ എബിലിറ്റി എവിടെയാണോ ടോപ്പായിട്ട് എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടാണ് മെഷീൻ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ താഴെയല്ല. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് എനിക്ക് ക്യൂബ് റൂട്ട് ഓഫ് 6 ഡിജിറ്റ് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ ഞാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഹ്യൂമൻ എബിലിറ്റി ഓഗ്മെന്റ് ചെയ്യാനാണ് മെഷീൻ ചെയ്യുന്നത്. ഹ്യൂമൻ എബിലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്, ഈസ് ഉണ്ടാക്കാനാണ്. ഈസ് ഉണ്ടാകുന്നതിനനുസരിച്ച് നിങ്ങൾ ചെലവ് വരികയും നിങ്ങളുടെ ശരീരത്തിൻ്റെ കുഴലുകളിലൊക്കെ ഈത്രോസ്ക്ലെറോട്ടിക് ബ്രേക്ക്, അതായത് കൊഴുപ്പടിഞ്ഞു കൂടുകയും ഒക്കെ ചെയ്യുകയും അപ്പോൾ രസമില്ലാത്ത സ്റ്റിഫായിരിക്കും. ഡാൻസ് ചെയ്യണം, ബോഡി സ്റ്റിഫായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കണം. ആക്ടിവിറ്റി മൈൻഡിനും ബോഡിക്കും കൊടുത്തുകൊണ്ടേയിരിക്കണം. You will be young